எல்லாருக்கும் நமஸ்காரம். அன்னைக்கு வணக்கம், தந்தைக்கு വണക്കം, ആശാനുക്ക് വണക്കം, 18 സിദ്ധറുകൾക്ക് വണക്കം. ഇന്ന് പറയുന്നത് അതേപോലെ ഒരു തേനീരാണ്. തേനീര് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം, എന്താണ് ഈ തേനീര്? അത് തമിഴ് വേർഡാണ്. അതുകൊണ്ടാണ് ആ തേനീർ എന്ന ആ ഒരു അതായത് തേൻ ചേർത്ത് കഴിക്കുന്ന ആ ഒരു പാനീയത്തെ തേനീർ എന്ന് പറയും. നീർ എന്ന് പറയുന്നത് ജലം. അപ്പൊ ആ ഒരു ഇതിലാണ് അത് പറയുന്നത്, തേനീർ. തേൻ ചേർത്ത് കഴിക്കുന്ന ആ ഒരു പാനീയത്തിനെയാണ് തേനീർ എന്ന് പറയുന്നത്. അപ്പോ ഇന്ന് പറയാൻ പോകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞ അതേ ഗുണങ്ങൾ എല്ലാം ഇതിന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ശരീരവേദന, വാദസംബന്ധമായ വേദനകൾ അതിൻ്റെ കൂടെ മാറിക്കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ പ്രോബ്ലംസും നമുക്ക് മാറിക്കിട്ടും. കഫസംബന്ധമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അതുപോലെ പുതിയ രക്തം ഉൽപ്പത്തിയാകും. പുതിയ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഊറും. അപ്പോ ഈ ഹീമോഗ്ലോബിന്റെ അളവ് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ആവും. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള ഒരു പ്രയോജനമാണ്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് മാസമുറയിൽ വരുന്ന പ്രോബ്ലംസ്, നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഒരു പ്രോബ്ലം, അതുപോലെ തന്നെ ലിവർ ശുദ്ധീകരിക്കപ്പെടും. പക്ഷെ ആഴ്ചയിൽ 2 ട്രിപ്പേ കഴിക്കാൻ പാടുള്ളൂ. ഇതിന് മുന്നേ ഉള്ള വീഡിയോ ചെമ്പരത്തി പൂവിന്റെ വിഷയം പറഞ്ഞപ്പോൾ അത് ആഴ്ചയിൽ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അത് ആഴ്ചയിൽ 3 ദിവസം കഴിക്കാം. ഞാൻ അതിനകത്ത് 2 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് 3 കഴിക്കാം. പക്ഷേ ഇത് 2 കഴിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അപ്പോ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും, അതേപോലെ ഈ ചിലർക്ക് പല്ല് ആടുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് മാറിക്കിട്ടും. അതേപോലെ തന്നെ ചിലർക്ക് പല്ലിൽ നിന്നും ബ്ലഡ് വരുന്ന ഒരു സ്ഥിതിവിശേഷം കാണാറുണ്ട്, അതും നമുക്ക് മാറിക്കിട്ടും. അതുപോലെ പല്ലിന് ബലം വയ്ക്കും, എല്ലിന് ബലം കൂടും. അപ്പൊ ഇങ്ങനെ വയസ്സായ, അതായത് പ്രായം ചെന്ന ഒരു 45 വയസ്സൊക്കെ കഴിയുന്ന ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി ലേശം കുറയ്ക്കുക. നമ്മൾ വലിയവര് കഴിക്കുന്നതിന്റെ നേർ പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം, ഒരു 25 മില്ലി 1/4 അവർക്ക് കൊടുക്കാവുന്നതാണ്, 10 വയസ്സിന് താഴെയുള്ളവർക്ക്. ഓക്കെ. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പിടി മുരിങ്ങയില എടുക്കുക. ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ അത് കഴുകി വൃത്തിയാക്കി അതിനകത്ത് ഇട്ടേക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും ഇടുന്നത് എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തിളച്ച് വരണം, എന്നിട്ട് ഇതൊക്കെ ഇടാൻ പാടുള്ളൂ. എന്നിട്ട് അതിനകത്ത് ഒരു പിഞ്ച് കുരുമുളക് പൊടി, ഒരു പിഞ്ച് എന്ന് പറയുമ്പോൾ ഈ 2 വിരൽ ചേർത്ത് നമ്മൾ പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അളവ്, അതിനെയാണ് ഒരു പിഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തിളപ്പിച്ച് എടുത്ത് അടുപ്പിൽ നിന്ന് വാങ്ങി വച്ചതിന് ശേഷം വേണം ഈ കുരുമുളക് പൊടി അതിനകത്ത് ചേർക്കാനായിട്ട്. ചേർത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കഴിക്കാം, ഒരു ഓപ്ഷൻ. അത് കൂടാതെ തേനും ചേർത്ത് കഴിക്കാം. രണ്ടും കൂടെ ഒന്നിച്ച് ചേർത്ത് കഴിക്കരുത്, ഏതെങ്കിലും ഒന്ന്. ഉപ്പ് വേണ്ടുന്നവർക്ക് ഉപ്പ് ചേർക്കാം, തേൻ വേണ്ടുന്നവർക്ക് തേൻ ചേർക്കാം. അപ്പോൾ ഈ തേൻ എന്ന് പറയുമ്പോൾ വളരെ ശുദ്ധിയുള്ളതായിരിക്കണം, അതും കൂടെ പറയാം. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ആഴ്ചയിൽ ഇത് 3 ദിവസം കഴിക്കാവുന്നതാണ്. അപ്പൊ ഇത് എപ്പോ കഴിക്കാം എന്നുള്ളതാണ് മറ്റൊരു വിഷയം. വെളുപ്പിന് 6 മണി മുതൽ വൈകിട്ട് 5 മണിക്കുള്ളിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇപ്പൊ ക്ലിയർ ആയല്ലോ എല്ലാം. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോ കുറച്ച് നീണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് ഇത് നേരത്തെ അങ്ങ് തീർക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെയധികം നല്ല ഫലങ്ങൾ കിട്ടുന്ന
ഒരു പിന്നെ തേനീരാണിത്, ഒരു ജ്യൂസാണ്, ടീ ആണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു വിശേഷമുണ്ട്. നമ്മുടെ നാട്ടില് ഇതിനൊന്നും ഒരു വിലയുമില്ല. പക്ഷേ ഈ മുരിങ്ങയില മാത്രം ഉണക്കി പൊടിച്ച് നിഴലിൽ ഉണക്കി പൊടിച്ചത് നിങ്ങൾ നമ്മുടെ പിന്നെ ഓൺലൈൻ മാർക്കറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾ ഞെട്ടും. അതിന്റെ വില എത്രയാണെന്ന് അറിയാമോ? നിങ്ങൾ തന്നെ നോക്കിക്കോ, ഞാൻ പറയുന്നില്ല. അപ്പോ അത്രയും വില കിട്ടുന്ന നമുക്ക് വിലയില്ല. പക്ഷേ ഇവിടെ നിന്ന് അന്യ നാടുകളിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ മുരിങ്ങയില. ഇത് വല്ലതും ആർക്കെങ്കിലും അറിയാമോ? 64,000 രൂപ പെർ കിലോയ്ക്ക്. അതിന് ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആണത്. പിന്നെ 45 മുതൽ മേപ്പോട്ട്, 45,000 മുതൽ മേൽപോട്ട് ആൾക്കാർ ഇതേപോലെ ചെയ്ത് സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം.